ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്ചാർജായി വീട്ടിൽ വന്നു, നെട്ടയത്താണ്. അപ്പൊ ഞാൻ ഇനി കുറച്ചൊന്ന് റിക്കവർ ആവണ വരെ ഫസ്റ്റ് ചെക്കപ്പ് വരെ കാണും. അത് കഴിഞ്ഞ് അങ്ങ് പോവുമായിരിക്കും. പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ അങ്ങ് പോയി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ല. ഓണം വരെയല്ലേ, വീടൊരു കോളായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോ ഷീജാമ്മ, നിങ്ങളുടെ ഷീജാമ്മ എങ്ങനെയുണ്ട്? ടോയ്ലറ്റില് ഇന്നലെ ഇരിക്കാൻ ബുദ്ധിമുട്ടി ഇരുന്ന് തനിയെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന്, അപ്പോഴേക്കും ഭഗവാൻ വന്ന് കാലിന് തട്ടി വിളിച്ചിട്ട് എടി ഷീജ എണീറ്റ് ടോയ്ലറ്റിൽ പൊടി എന്ന് പറഞ്ഞ് അങ്ങനെ എടി ഷീജ എന്ന് പറഞ്ഞില്ല, എന്റെ കാലിൽ 3 തട്ട് തട്ടി. ഒരു ശക്തി പോലെ തോന്നി. ഞാൻ എണീറ്റ് എല്ലാം സുഖം എഴുന്നേറ്റ് പോയി ടോയ്ലറ്റിലൊക്കെ പോയി. അപ്പോൾ ആ ടോയ്ലറ്റ് സീറ്റ് ഓക്കെ ആയി. അപ്പൊ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും മുട്ടൻ കറി വെച്ച. അന്ന് ലുലുന്ന് വാങ്ങിയ മട്ടനാണ് കേട്ടോ. ഞാൻ സംഭവം തന്നെ ഞാൻ 12 മണിക്ക് എഴുന്നേക്കോളൊന്നും പറഞ്ഞിരുന്നു. പക്ഷേ വീഡിയോ കഴിച്ചിടായിട്ട് രാവിലെ എഴുന്നേറ്റു. നീ എവിടെ പോയിരുന്നു? നീ 9 മണി. അങ്ങനെയല്ല, 5 മണിയാകുമ്പോ നാളെ വന്ന് ജോലിയും തീർത്തിട്ട് കൊച്ചിന്റെ അടുത്ത് പോണം. അച്ഛ ചായ ഇട്ടു, ചായ ഇട്ടു. മട്ട അടിപൊളി. ഉപ്പ് കൂടിപ്പോയി. കുറച്ച് എന്താ, ഉച്ചയ്ക്ക് നമ്മളൊന്നും വയ്ക്കൂല, പുറത്തുനിന്നാണ്. എനിക്ക് പറ്റൂല. കുഞ്ഞിമോളെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളൊന്നും ഉച്ചയ്ക്ക് കുക്ക് ചെയ്തില്ല. അപ്പൊ ഊണ് വാങ്ങാനായിട്ട് പോവുകയാണ്. കുറച്ച് തിരക്കുണ്ട്, വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണം. എന്നാൽ നമ്മൾ കിടന്നപ്പോൾ തന്നെ 12 മണിയായി. എഴുന്നേറ്റപ്പോൾ രാവിലെ ഒരുപാട് ലേറ്റ് ആയി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. ഇന്നൊരു ദിവസം കൂടി ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ കുക്ക് ചെയ്യാമെന്ന് കരുതി. കാറിന്റെ ടയർ ഹെയർ കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ആരൊക്കെയാ ഊണ് വാങ്ങുന്ന? ഊണാട്ടോ വാങ്ങുന്നത്. എന്നും ബിരിയാണിയൊക്കെ അല്ലേ ഇന്ന് ഊണ്. അതുകൊണ്ട് വേറെ പറഞ്ഞ ഊണ് ഇന്ന് കിട്ടൂല, നാളെ ഓണമായിട്ടൊന്ന് ഊണ് കിട്ടില്ല എന്ന്. ഞങ്ങള് കുഞ്ഞി പോകുന്നു, വേദു പോകുന്നു, ചീമ പോകുന്നു, ശ്രീകുട്ടി പോകുന്നു. പോയി ചോറും കപ്പയും മീൻകറിയും മീൻ മുട്ടയൊക്കെ കിട്ടുന്ന കടയിൽ ഉണ്ടോ? ആ കടയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ കടയിൽ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കരകുളത്തുള്ള മൺചട്ടി എന്ന് പറഞ്ഞുള്ള ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ പോകുന്നത്. പല പ്രാവശ്യം ഞാൻ മീൻമുട്ടയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊതിച്ച് നടന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഈ വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട്. കരകുളത്തുള്ള മൺചട്ടി എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിൽ പോയാൽ എപ്പോൾ ചെന്നാലും മീൻമുട്ടയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നല്ലൊരു ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് കരുതി. ഓണമൊക്കെ ഇങ്ങനെ എത്തിയത് കൊണ്ട് അധികം കടകളും കാര്യങ്ങളും ഒക്കെ കുറവാണ്. മാത്രമല്ല എല്ലാവരും ഒക്കെ സദ്യയുടെ പുറകെയാണ്. അപ്പോൾ ഉണ്ടാവോ ഇല്ലയോ നോക്കിയപ്പം നമ്മൾ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ നോക്കിയപ്പോൾ ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോയേക്കാമെന്ന് കരുതി നമ്മളങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇന്നിപ്പോൾ റോഡൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ കുറവുണ്ട്. നേരെ അവിടെ ചെന്നപ്പോൾ കടയിലും തിരക്ക് കുറവുണ്ട് കേട്ടോ. ചെന്ന പാടെ തന്നെ ഫ്രണ്ടിൽ മീൻ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ഊണേ പറഞ്ഞുള്ളൂ. കാരണം ചോറ് ഓഫ് കോഴ്സ് ഒരുപാടുണ്ടാവും. നമുക്ക് പിന്നെ തോരന് വീലാവക സാധനങ്ങളൊന്നും വലിയ രീതിയിൽ അവിടെ വേണമെന്നില്ല. അച്ഛനും അമ്മയ്ക്കുള്ളത് കിട്ടും. നമുക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. കപ്പ 2 പ്ലേറ്റ് കപ്പ എക്സ്ട്രാ വാങ്ങി. പിന്നെ മീൻ വറുത്തത് ചൂര വാങ്ങി, ചെമ്മീൻ വാങ്ങി, മീൻ മുട്ട വാങ്ങി, മീൻ കറി ചൂര 2-3 കറി വാങ്ങി കേട്ടോ. വേദയാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ വേഷം വേദ എടുക്കുന്നതാണ്. വീട്ടിലൊരു ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ ചീമ എനിക്കൊരു ഡ്രസ്സ് തന്നു. അതിനെ എടുത്തിട്ടു. അപ്പോൾ ഒരു മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു കൂതറ ലുക്കുണ്ട്. അതിനെയാണ് വേദ വീഡിയോയിലെടുത്തത് കേട്ടോ. ഓക്കെ, അങ്ങനെ എടുത്തു. അപ്പോഴേക്കും അവിടെ കണവത്തോരൻ മീൻ പീരാക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നും കണ്ടില്ല. ചൂര ഫ്രൈ, കൊഞ്ച് ഫ്രൈ, മീൻമുട്ട, പിന്നെ മീൻകറി 2 കപ്പ കഴിക്കാനായിട്ട് 3 മീൻകറി ചൂരയുടേത് വാങ്ങി. ഇത്രയാണ് വാങ്ങിയത്. അവിടെ ബിരിയാണി എന്തൊക്കെ സാധനങ്ങളുണ്ട്. ചമ്മന്തി, തോരൻ, അവിയലാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. തോരനല്ല, മെഴുക്കുവരട്ടിയാന്ന് തോന്നുന്നു. അവിയലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. വാഴയിലല്ല കേട്ടോ പൊതിഞ്ഞൊക്കെ തന്നത്. നേരത്തെ പറഞ്ഞല്ലേ, മീൻമുട്ട കിട്ടി. വലിയ മീൻമുട്ടായിരുന്നു കേട്ടോ. ചൂര മീനിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ മീൻമുട്ടയൊക്കെ നമുക്ക് ചൂടോടെ കഴിച്ചാലല്ലേ ഇതുണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും ചൂടെല്ലാം തണുത്തു. കൊള്ളായിരുന്നു കേട്ടോ, കൊള്ളില്ല എന്നല്ല, കൊള്ളായിരുന്നു. പിന്നെ ചോറൊക്കെ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. ഒരു ഇതെനിക്ക് തോന്നി. നമ്മളിപ്പോൾ 2 ചോറ് വാങ്ങി, ഊണ് വാങ്ങി എല്ലാവരും കൂടെ കഴിക്കാമെന്ന് കരുതിയപ്പോഴേക്കും അതിൽ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. സാധാരണഗതിയിൽ 2 ഊണൊക്കെ വാങ്ങിയാൽ ധാരാളം ആവും കേട്ടോ. കാരണം എല്ലാവരും ഒക്കെ കുറച്ചേ കഴിക്കത്തുള്ളൂ. പക്ഷേ ഇത് ക്വാണ്ടിറ്റി കുറവായിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഫുഡ്, ഫിഷ് ഫ്രൈയും എല്ലാം കൂടി 1000 രൂപ എന്തോ ആയിട്ടുള്ളൂ. അതിന് പോത്തായിരുന്നു. മീൻ വറുത്തതും എല്ലാം നല്ലതായിരുന്നേ. അതിൽ 1 പ്ലേറ്റ് മീൻ മുട്ട 300 രൂപയായിരുന്നു. 280 രൂപ എന്തായിരുന്നു. അതും കുഴപ്പമില്ല. ക്വാണ്ടിറ്റിയൊക്കെ മീൻ മുട്ടയല്ലേ എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. കപ്പയൊക്കെ മീൻകറിയും എല്ലാം കൂട്ടി എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നെത്തോലി ഫ്രൈയും വാങ്ങി കേട്ടോ. നമ്മുടെ കൊഴുവയില്ലേ, കൊഴുവ ഫ്രൈ എല്ലാം കൂടി വാങ്ങി. ഇത് വാങ്ങിയപ്പോൾ വിതയ്ക്ക് ചെമ്മീൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കൊഞ്ചുകൂടെ വാങ്ങിയത്. അല്ലെങ്കിൽ കൊഞ്ച് വാങ്ങത്തില്ലായിരുന്നു.
ചോറ് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പക്ഷേ സാധാരണഗതിയിൽ കിട്ടുന്നത് അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ കാര്യം അങ്ങനെ തള്ളി നീക്കി. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. വേദയ്ക്ക് 3 മണിയാകുമ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് വന്നതും വേദ അമ്മ വാ പോവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. പിന്നെ എഴുന്നേറ്റ് ഞാൻ ഒന്ന് വീട്ടിൽ പോവാണ്. കാരണം ഓണം വരല്ലേ, എൻ്റെ വീടൊരു കോലമായിട്ട് കിടപ്പുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് ലോബി ചെയ്തോളും, എങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ വരാന്ന് പറഞ്ഞ് ഞാൻ വേദയ്ക്ക് ട്യൂഷനുണ്ട്, വേദ ട്യൂഷൻ ആക്കിയിട്ട് പോയി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് കരുതി. പിന്നെ വസ്ത്രയിലും 1-2 ഓർഡേഴ്സ് കിടപ്പുണ്ട്. അപ്പൊ ഇന്നൂടെ നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇനിയുള്ള ദിവസങ്ങൾ ഹോളിഡേയ്സ് ആണ്, പബ്ലിക് ഹോളിഡേയ്സ് ആണ്. അപ്പം നമുക്ക് അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഓർഡേഴ്സ് ഒക്കെ അയച്ചിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ വീട്ടിൽ ഓണം വരുത്തിച്ചിട്ട് വരാമെന്ന് കരുതി. വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് വേദ വന്നു. അപ്പോഴേക്കും വീട് ക്ലീനിങ് എല്ലാം ഓൾമോസ്റ്റ് ഡൺ. ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് ഡോബിയെ വിട്ടേക്കാണ്. ഇനി ഡോബി കിടന്ന് വർക്ക് ചെയ്തോളും. ഇനി നമുക്ക് നേരെ നെട്ടയത്തേക്ക് പോവാം. നെട്ടയത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ, നമ്മുടെ ഇനി ഓണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. പിന്നെന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞല്ലോ. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യാവേ. വന്നിട്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു. വേറൊന്നുമില്ല, കുറച്ച് പൊടി അടിച്ച് വരാനും അതും ഇത് കുറേ കൊറിയേഴ്സൊക്കെ ഈ ഞാൻ പറഞ്ഞു മീഷോന്നൊക്കെ അതും ഇതും ഓർഡർ ചെയ്ത് അതെല്ലാം പൊട്ടിച്ച് കവറെല്ലാം ഇവിടെ ഇട്ടിരുന്നു. അതെല്ലാം ക്ലീനിങ് അങ്ങനെയൊക്കെ ആയിട്ട് നിന്നു. മൈക്ക് എടുത്തു. എത്ര ദിവസം കൊണ്ട് മൈക്ക് മറന്ന് പോകണമെന്നാ മൈക്ക് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് നെട്ടയത്ത് പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ വീട്ടിൽ വന്ന് മോറിലോ കുന്നിലോ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും റെസിഡൻസിയിൽ നിന്ന് അവരെല്ലാവരും കൂടി, അച്ഛൻ റെസിഡൻസിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്, മെമ്പറാണ്, എന്താ എനിക്കത് വായിൽ വരുന്നില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി അമ്മയെ കാണാനായിട്ട് വന്നു. അതിൻ്റെ ഭാരവാഹികളെല്ലാവരും കൂടി അമ്മയെ കാണാനായിട്ട് വന്നു. അങ്ങനെ അവർ അത്യാവശ്യമായിട്ട് ഓണം ആയതുകൊണ്ട് അത്യാവശ്യം, ഇന്നലെ ഞാനൊരു ബേസൻ കാണിച്ചില്ലേ, അത് ഇവിടെ നിന്ന് ഓണം ഗിഫ്റ്റായിട്ട് റെസിഡൻസിയിൽ നിന്ന് തന്നതാണ്. അപ്പോൾ അതൊക്കെ പല വീടുകളിലും ഇനി എത്തിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റും കൊടുത്തു. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് കൊള്ളാം, അടിപൊളി. ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊമോഷന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കൊള്ളാം, അടിപൊളി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റാട്ടോ കൊടുക്കുന്നത്. നമ്മുടെ റെസിഡൻസിലൊക്കെ നമ്മുടെ പായസക്കിറ്റാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഈ പാത്രവും കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് എന്തോ ചെയറൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഉപയോഗമുള്ളതാണ് കേട്ടോ. നമ്മളിപ്പം റെസിഡൻസിൽ നിന്ന് ഓണക്കിറ്റ് പായസം കിറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങും. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനമാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയാണ്, ആ പായസം കിറ്റാകുമ്പോൾ നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കുടിച്ചിട്ട് പിന്നെ മറക്കും. ഈ പാത്രം ആകുമ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ റെസിഡൻസിനെ ഓർക്കുന്നു. അതുകൊണ്ട് ആ പാത്രം വാങ്ങിയെന്ന് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് അവർ കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവരപ്പോഴേ ഇറങ്ങി. അവർ അത്യാവശ്യമായിട്ട് നിൽക്കാനും പറഞ്ഞില്ലേ, സാധനങ്ങളൊക്കെ പല സ്ഥലത്തും കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും അവരുടെ പുറകെ ഇറങ്ങി നേരെ കുന്നിൽ വന്നു. കുന്നിൽ ചീമയും വേദയും കൊണ്ട് കയറ്റിയാൽ പിന്നെ നോക്കണ്ട, അച്ഛനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടും കൂടി അങ്ങോട്ട് പറക്കി ഇടക്കുവാണേ. കുഞ്ഞിനെ ഞാനെടുത്തു, അവളുടെ മറ്റേ ക്യാരി ബാഗില്ലേ അതിലെടുത്തു. അതുപോലെ കുഞ്ഞുങ്ങളുള്ളവർക്ക് മസ്റ്റായിട്ട് ഈ സാധനം വാങ്ങുക കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ വെയിറ്റ് തോന്നുകയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ചിലപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കൈ കഴിക്കുമ്പോൾ അപ്പുറ സൈഡിലാക്കും, അവിടെ നിന്നെടുത്ത് ഇപ്പുറ സൈഡിലാക്കും. അത് കുട്ടികൾക്കും എടുത്ത് അപ്പുറത്തോട്ടാക്കി ഇപ്പുറത്തോട്ടാക്കി അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു തല ഉറച്ചിട്ട് ഇതിൽ ഇരുത്താൻ പറ്റത്തുള്ളൂ. ഒന്ന് തല സ്റ്റഡി ആയ ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങുക. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് കൊണ്ടു നടക്കാനും വെയിറ്റോ ഒന്നും തോന്നിക്കത്തില്ല. എത്ര നേരം വേണം നമുക്ക് അവരെ ക്യാരി ചെയ്യാം. അവർക്കും അതേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവർ സുഖമായിട്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ കുഞ്ഞിനെ ഇരുത്തിയാലേ അവൾ ഇരിക്കത്തില്ല. അത് കുഞ്ഞിലെ ശീലിക്കാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. അവൾ എങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിരുത്തിയാലേ അവൾ ഇരിക്കത്തുള്ളൂ. കാരണം കാഴ്ചയൊക്കെ കണ്ടവൾ മിണ്ടാതെ എത്ര സമയം വേണം ഇരിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് പാൽ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് ഉറങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും ഉറങ്ങി എഴുന്നേറ്റു. എന്നിട്ട് അവൾക്ക് പാലൊന്നും വേണ്ട. ഇതിലിരുത്തിയപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള കരയാതിരുന്നേ. കയ്യിലാണെങ്കിൽ അതിനിടയ്ക്ക് 100 വട്ടം അവൾ കരങ്ങാൻ ഭയങ്കര സുഖമായിട്ടിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ആക്ച്വലി നമ്മൾ ഓണ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ്. ഈ വാങ്ങിയതിലെല്ലാം ഓണ സാധനങ്ങളൊന്നുമില്ല, കൂടുതലും സ്നാക്സും മറ്റുള്ള സാധനങ്ങളാണ്. ചീമയും വേദം കൂടി അങ്ങോട്ട് എന്തൊക്കെയോ വാരിപ്പറക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് മാത്രമാണ് ഓണ സാധനമായിട്ട് വാങ്ങിക്കാനായിട്ട് വന്നത്. കുഞ്ഞിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ നാളെ ഓണമല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ഓണമല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കൊക്കെ ഉണ്ട്.
പറ്റുവാണെങ്കിൽ നാളെ ഞാൻ വീഡിയോ ഇടുന്നത് നമ്മുടെ ഓണം വിശേഷമായിരിക്കും. അത് ചിലപ്പോൾ ഒന്ന് ഡിലേ ആയിട്ട് ഈവനിങ് ആയിരിക്കും കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. ഓണം വിശേഷമായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് 11 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, വൈകുന്നേരം പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്തായാലും നോക്കട്ടെ, ഓണമൊക്കെ അല്ലേ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്, കുഞ്ഞ് സദ്യ ഒരുക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു വേണ്ട വാങ്ങൂന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എല്ലാ സ്ഥലങ്ങളിലും വാങ്ങുന്നിടത്ത് ഫുൾ ബുക്കായി. ഇനി ഒരിടത്തും പല സ്ഥലങ്ങളിലും എടുക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ, വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ. അപ്പോൾ ഉണ്ടാക്കാമെന്ന് തന്നെ കരുതി ചീപ്പക്കൂടിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കാവുന്ന കട്ടിങ്ങൊക്കെ ചെയ്ത് തന്നാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന പാടല്ലേ ഉള്ളൂ. അധികമൊന്നും ആഡംബരം ഇല്ലാണ്ട് ചെറിയ രീതിയിലൊരു സദ്യ ഒരുക്കാമെന്ന് കരുതി. എന്നിട്ട് വൈകുന്നേരത്തേക്ക് നമ്മൾ വീട്ടിൽ മട്ടൻ കറിയൊക്കെ രാവിലത്തെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് അച്ഛനൊന്നും മട്ടൻ കഴിക്കില്ല, ചീമയ്ക്കും വലിയ താല്പര്യമില്ല. പിന്നെ തട്ടുദോശ വാങ്ങിക്കാമെന്ന് കരുതി തട്ടുദോശയും രസവടയും ഓംലെറ്റും ഒക്കെ വാങ്ങിച്ചു. ഇന്ന് ഹോസ്പിറ്റലിൽ 2-3 ദിവസമല്ലായിരുന്നു, പോയിട്ടൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എല്ലാവരും ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് കുക്കിംഗ് ഒന്നും ചെയ്യാത്തത്. ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയേട്ടാ സത്യം. ജുവലറി ഒക്കെ ഇട്ട് മൂക്കു അടങ്ങില്ലായിരുന്നു, മൂക്കുത്തി അടഞ്ഞില്ല. ചെറിയ മാലയൊക്കെ ഇട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് തിരിഞ്ഞു വാ എങ്ങനെയുണ്ട് ഇപ്പം? 4-5 ദിവസത്തിന് ശേഷം ഇവിടെ കൊടുക്കില്ല, 4-5 ദിവസത്തിന് ശേഷം നല്ല സുഖമുണ്ട്. ഇതൊരു ചെറിയ സപ്പോർട്ടിന് വേണ്ടി വെച്ചേക്കണത്. ഇപ്പൊ മുട്ടുവേദന ഉണ്ടാ? എണീക്കുകയും ചെയ്യുമ്പോ ഉണ്ട്, നടക്കുമ്പോ അത്ര വലുതായിട്ടില്ല. ഇതൊരു ചെറിയ സപ്പോർട്ടേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് തന്നെ നടക്കണം, നല്ലത് തന്നെ. പക്ഷെ നമുക്ക് ഫുൾ ഒരു റിവ്യൂ 1 മാസമൊക്കെ കഴിഞ്ഞേ പറയാൻ പറ്റും. 2 ആഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുമ്പോൾ കുറെ കൂടെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറയാം. ശരി, സർജറി ചെയ്തപ്പോ എന്താണ് മനസ്സിനുള്ള ഒരു സന്തോഷം? എന്താണ് സന്തോഷമാണോ, ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നണോ? 2-3 ദിവസം സങ്കടം തന്നെയായിരുന്നു. അത് ആരായാലും അത് അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ അത് ഇരുന്നോ നമുക്ക് തന്നെ സന്തോഷം വരും. ചെയ്തപ്പം സന്തോഷം, സങ്കടം 2-3 ദിവസം നന്നായിട്ടുണ്ടായിരുന്നു, അനുഭവിക്കുകയും ചെയ്ത്. എന്തിന്? വേദന കാരണം വേദന നമ്മൾക്ക് ഫിസിയോ ചെയ്യാൻ പറ്റണ് എങ്കിലും പറ്റാത്ത കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കണ്, എന്നെ വഴക്ക് പറയണ്, അത് ചെയ്യണം, ചെയ്തേ പറ്റൂ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങനെ ഉള്ള അവസ്ഥ ഉള്ളവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് 3-4 ദിവസം വേദന അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ ഇപ്പൊ പറയണില്ല, 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പറയാം, 1 മാസം കഴിഞ്ഞിട്ട് ഫുള്ള് പറയാം. ഇപ്പൊ ഞാൻ എന്തായാലും ഞാൻ ചോദിച്ചോട്ടെ, ആ വേദനയോട് ചെയ്യാൻ നമ്മൾ നിർബന്ധിച്ചതിൽ എന്തെങ്കിലും ഗുണം ഉണ്ടായോ? ഗുണം ഉണ്ടായി, പക്ഷെ വേദനയിൽ കുറവില്ലേ? വേദന കുറവുണ്ട്. അതിപ്പോ ആ വേദനയോടെ ചെയ്തില്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വാസം ചെയ്തവരാണ് ഈ സർജറി ചെയ്തിട്ട് ഫെയിലിയർ ആയി പോണത്, അതറിയാമോ? പക്ഷെ ആ ഘട്ടത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യാൻ. ഇന്നിപ്പോ 6 ദിവസമായില്ലേ? 6 ദിവസമായി. ഇപ്പൊ ആശ്വാസം തോന്നുന്നു കുറച്ചുകൂടെ. നീരൊക്കെ ഉണ്ട്. ഇന്ന് നീരുണ്ട്, ഇന്നലെയൊന്നും നീരില്ലായിരുന്നു. അത് അത്രയും നന്നായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ നീരും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചാലല്ലേ പിന്നെ. പക്ഷെ ഇതിനെക്കാട്ടി കഷ്ടമാണെന്ന് സാധാ സർജറി. ഇത് റോബോട്ടിക് ആയതുകൊണ്ട് ഇത്രയെങ്കിലും നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ട്. ഒരാള് ജ്യൂസ് എടുക്കാൻ അങ്ങോട്ട് പോവാൻ പറ്റാതെ പൊയ്ക്കോ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചേക്കണം. ഞാൻ വീഡിയോയിൽ വഴക്കുറങ്ങുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ വീഡിയോ എടുത്താലും പോവും. റോബോട്ടിക് സർജറി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടില്ലെന്നല്ല, പക്ഷെ ഇതിനെക്കാട്ടി കഠിനമാണ് സാധാ സർജറി. 6 ദിവസം കൊണ്ടൊന്നും അത് വേദന റിക്കവർ ആയി വരാൻ പാടാണ്. പക്ഷെ ഓരോരുത്തർ ബോഡി അനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ആകെ ആ ഒരു സ്റ്റിച്ചിന്റെ ഇതേ ഉള്ളൂ. ഒന്ന് തല കുളിച്ചു, നാളെ നമ്മുടെ ദേഹം കുളിക്കും. അത് നമ്മുടെ ഈ ഫുഡ് റാപ്പ് ചെയ്യുന്ന സാധനം ഇല്ലേ, ക്ലിങ് പേപ്പർ എന്ന് അതിനെ പറയും. നമ്മളിപ്പോ കറിയൊക്കെ ചിലത് റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാലും അത് കളയത്തില്ല, അത് റാപ്പ് ചെയ്തിട്ട് കുളിക്കാം. അപ്പൊ വെള്ളം ഒരു ഡ്രോപ്പ് പോലും വെള്ളം വീഴില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇഞ്ചുറിയുടെ അവിടെയല്ലേ, വൂണ്ടിന്റെ അവിടെയല്ലേ ചൊറിച്ചിലുള്ളത്. അല്ലാതെ അത് ഉണങ്ങണേയിരിക്കും, ഭയങ്കര ചൊറിച്ചില്, ഇങ്ങനെ പിടിച്ചു വരാൻ ഉണങ്ങണം. ഇന്ന് നമുക്ക് തെറാപ്പിസ്റ്റ് വീട്ടിൽ വന്നു. ഇനി 1 മാസം നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യിപ്പിക്കും. വേറൊരാളാണ് വന്നത്, അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് വന്നത്. പുള്ളിയും മെഡിഫോർട്ടിലെ സ്റ്റാഫാണ്. പക്ഷെ ഞാൻ അങ്ങ് പോയത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഇതൊക്കെ മാറ്റിട്ട് നടത്തിച്ചല്ലേ? ഒന്ന് നടക്കാമോ? ഇല്ല. അപ്പൊ പറഞ്ഞ് ഇനി പുള്ളി അങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ചെയ്യണ്ട, പറയാം, അപ്പോഴും വാക്കറില്ല, നടന്നാ മതി.
പക്ഷെ എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇരിക്കാനും പാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാക്കറില്ലാതെ നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നടക്കാനൊക്കെ അല്ല ക്ലോസറ്റിൽ ഇരുന്നാ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് പിന്നെ ഈസി ആയിട്ട് എനിക്ക് ഭഗവാൻ. ഈസി ആയിട്ടല്ല ഇരിക്കാനും ഒഴിക്കാനും ഒക്കെ പറ്റി. പക്ഷെ ഈ ചെയറിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. അത് ഞാൻ ഇന്ന് ചെയർ ബാത്റൂം പക്ഷെ വന്നപ്പോ എനിക്ക് യാത്ര ചെയ്ത് കണ്ടപ്പോ തോന്നിയതാവും. അതല്ല, യാത്ര ചെയ്ത് കാലത്രയും ക്ഷീണിച്ചത് കൊണ്ട് എനിക്ക് വഴങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. സോ ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ആയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ഗണേഷ് ഡോക്ടറെയാണ് കണ്ടത്, നല്ലൊരു ഡോക്ടറാണ്. അതുകൊണ്ടാണ് ബെൽഫോർട്ടിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഈ റോബോട്ടിക് സർജറിയുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു റോബോട്ടിക് സർജറി ചെയ്താൽ മതി, അതാകുമ്പോൾ കുറച്ചുകൂടെ പെയിൻ റിലീഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ചോയ്സ് റോബോട്ടിക് സർജറിയാണ്. ഞാൻ ഡോക്ടറെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കാൻ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എൻക്വയറീസ് ഈ നിയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ഒത്തിരി പേരുമായിട്ട് അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് കമൻസിലൂടെ റീഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളി പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. പുള്ളി പറഞ്ഞു റോബോട്ടിക് സർജറിയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ റോബോട്ടാണ് അതിൽ നമ്മുടെ ഈ മുട്ടിൻ്റെ കറക്റ്റ് ഷേപ്പൊക്കെ ചെയ്ത് തരുന്നത്. ബാക്കി സർജറി എല്ലാം അവരാണ് ചെയ്യുന്നത്, മറ്റെല്ലാം റോബോട്ടാണ് ചെയ്യുന്നത്. മറ്റത് മാനുവലി ഡോക്ടേഴ്സാണ് അതിൻ്റെ ഷേപ്പ് എല്ലാം ഇപ്പം തേങ്ങ തീർന്നതിനെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് അതിന് കറക്റ്റ് ഫിക്സ് ചെയ്ത് വേറെ ഇത് വയ്ക്കുന്നത്, വേറെ സാധനം വയ്ക്കുന്നത് ഡോക്ടേഴ്സാണ്. അപ്പോൾ അതും ഈ നമ്മുടെ മുട്ടുമായിട്ട് ചേരാൻ അവരത് തന്നെയാണ് അതിനെ പോളിഷ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റത് റോബോട്ട് നമ്മുടെ ഈ മുട്ടുമായിട്ട് ചേരാനുള്ള സാധനമൊക്കെ അവർ റോബോട്ടാണ് ചെയ്യുന്നത്, പോളിഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ തരുന്നത്. അപ്പോൾ റോബോട്ടിക് കട്ട് ചെയ്യുമ്പോഴും ഒരു മാനുവലി നമ്മൾ കട്ട് ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. റോബോട്ട് ആകുമ്പോൾ പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നീ നമുക്ക് അവിടെ കിട്ടും. ഡോക്ടേഴ്സ് ചെയ്താലും കിട്ടും, പക്ഷെ അതിൽ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോഴല്ലേ റോബോട്ടിക് ഒക്കെ വന്നതിന് മുന്നേ ചെയ്ത് എത്രയോ പേര് സക്സസ് ആയിട്ട് നടക്കുന്നു. പിന്നെ വേദനയിലും ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, പെട്ടെന്നൊന്നും റിക്കവർ ആവാൻ പറ്റും. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മറ്റതിനെ അപേക്ഷിച്ച് ഇപ്പോൾ അതിന് ഒരു 3 ആഴ്ച വേണമെങ്കിൽ ഇതിനൊരു 2 ആഴ്ച മതിയാവും. പിന്നെ ഓരോ ആൾക്കാരും ഇതനുസരിച്ചിരിക്കും. ഇപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ആവാനുള്ളൊരു ബോഡി സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിരിക്കും ഹീലാവുന്നത്. പെയിനൊക്കെ എല്ലാം ഒരുപോലെ തന്നെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചെറിയൊരു എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ബെൽഫോർട്ടിൽ ഇത് സർജറി ചെയ്യത്തില്ല, അവിടെ നോർമൽ സർജറി ഉണ്ടെന്ന് തോന്നുന്നു. റോബോട്ടിക് സർജറി മെഡിഫോർട്ടിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. SP ഫോർട്ട്, SP വെൽഫോർട്ട്, SP മെഡിഫോർട്ട് ഇതെല്ലാം ഒരേ ബ്രാഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് മെഡിഫോർട്ടിലാണ് ചെയ്യുന്നത്, ഡോക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നുമില്ല, എക്സ്റേ 2 വർഷം മുന്നേ ഉള്ള എക്സ്റേ ആണ്. അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എക്സ്റേ വേണമെന്ന് പറഞ്ഞു. അന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ആ സെയിം എക്സ്റേ തന്നെയാണ് ഡോക്ടർ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തേങ്ങി തീർന്നതിന് ഓഫ്കോഴ്സ് എന്തായാലും ചെയ്യണം, ഇതിപ്പോൾ 2 വർഷമായില്ലേ, അപ്പോൾ വീണ്ടും ദയനീയമായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇനി ഇപ്പം നിങ്ങൾ ഇനി എക്സ്റേ ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇനി അഡ്മിറ്റ് ആവുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവുമ്പോൾ എക്സ്റേ എടുത്താൽ മതി. കാരണം ഇതിൽ ഓൾറെഡി തേങ്ങ തീർന്നിരിക്കണം. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇനി ഇതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിറ്റ് ആവുമ്പോൾ ബാക്കിയെല്ലാം ചെയ്താൽ മതി, വേറെ പ്രൊസീജിയർ ഒന്നുമില്ല, ഇനി അഡ്മിറ്റ് ആവാനായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു, ചെയ്യുന്നു, പക്ഷെ ഓണം കഴിഞ്ഞിട്ട് ചെയ്യാം, ഞങ്ങളൊന്ന് ട്രിപ്പൊക്കെ പോകണം അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് അടുത്ത മാസം ചോറൂണുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം. ചോറൂണ് 17 ശേഷമാണ്. അപ്പം അതിന് മുന്നേ ചെയ്താൽ ഇതും വെച്ചിട്ട് അമ്മയ്ക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. 17 ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ ചീമയ്ക്ക് എപ്പോൾ വേണോ കയറാം. അവള് മെഡിസിൻ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഓൾറെഡി പോവേണ്ട ഇതായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞ് വന്നതുകൊണ്ട് അവർ ലീവ് എഴുതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 6 മന്ത്സിനാണ് ലീവ് എഴുതി കൊടുത്തിരിക്കുന്നത്. അവരെപ്പോൾ വേണോ 6 മന്ത്സ് കഴിയുമ്പോൾ വിളിക്കാം. അപ്പോൾ അവൾക്ക് പോകണമെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം കൂടെ ആകുമ്പോൾ നടക്കത്തില്ല. അമ്മയ്ക്ക് അതിന് മുന്നേ ഇത് ചെയ്തേ പറ്റൂ. ഞാൻ മടുപ്പിച്ചിരുന്നതാണ്, പക്ഷെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നേരത്തെ ചെയ്യാനും അന്ന് ഡോക്ടറെ കണ്ടതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യാനും നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ടാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ 21st വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 13th കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ OT ഫ്രീ ആണോ എന്ന് നോക്കട്ടെ, എങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഫ്രീ ആണ്, നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞാണ് പോയി എടുക്കുന്നത്. അപ്പം മെഡിഫോർട്ടിൽ നമ്മൾ വിളിച്ചു. കിംസിലും ഉണ്ടെന്ന് പറഞ്ഞു. കിംസിലും റേറ്റൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് മെഡിഫോർട്ടിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ട് കിംസിൽ തോന്നി. മെഡിഫോർട്ടിൽ നമ്മളോട് പറഞ്ഞത് 6.5 lakhs ആണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് വരുന്നത്. 6-നും 6.5 ലക്ഷത്തിനും ഇടയ്ക്കായിരിക്കും വരുന്നത്.
പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷനും വരും. അതിൽ ഫുഡ് ഇൻക്ലൂഡ് ആവത്തില്ല. ബാക്കിയെല്ലാം ഡോക്ടർ വിസിറ്റിങ്ങും സർജറിയും അതിൻ്റെ ഇംപ്ലാന്റ് ചെയ്യുന്ന സാധനം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഫോർ 5 days. അതായത് ഇന്ന് അഡ്മിറ്റായി നാളെ സർജറി മുതൽ 5 days, ടോട്ടൽ 6 days ആട്ടോ. ഞാൻ 5 days നിന്നിപ്പോൾ ടോട്ടൽ 5 days എന്ന് എഴുതി, പക്ഷെ നമ്മൾ ടോട്ടൽ 6 days ആയിരുന്നു. 6 lakh to 6.5 lakhs, 6 മുതൽ 6.5 ലക്ഷം വരെയുള്ള എമൗണ്ട് ആണ് ആവുന്നത്. ചെറിയ എന്തെങ്കിലും വേരിയേഷൻ വരാം, പിന്നെ സർജറി ടൈമിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ എമൗണ്ട് വേറെ മാറാം. പക്ഷെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് 6 to 6.5 lakh ആണ്, 6.5 ലക്ഷത്തിനുള്ളിലാവുമെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചില്ല. കിംസിൽ വിളിച്ചപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ടാണ് റോബോട്ടിക് നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഗണേഷ് ഡോക്ടർ നല്ല ഡോക്ടറാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ഒരുപാട് കത്തി വെക്കുന്നില്ലത്, ചിലർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടി വരും കേട്ടോ, അതുകൊണ്ട് പറയുന്നതാണേ. അങ്ങനെ നമ്മൾ ഓക്കെ എന്തായാലും ഫിക്സ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ എന്തായാലും ഇന്ന് തീരുമാനിക്കുന്നു, നാളെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. അവിടെ ചെന്നപ്പോൾ അഡ്വാൻസ് കുറച്ച് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യാൻ പറയുന്നു. ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് റോബോട്ടിക് സർജറി ആയിട്ട് ഒട്ടും തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് പോയത്. എങ്കിലും ഇൻഷുറൻസ് നമ്മളവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ എടുത്തപ്പോൾ ക്ലെയിം ചെയ്തപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു 3 വർഷമായി ഇൻഷുറൻസ് എടുത്തെങ്കിൽ കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ല. ഒരു 1.5 അമ്മയ്ക്ക് 2 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ് പോളിസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1.5 കിട്ടാതിരിക്കില്ല, വേണ്ട മാക്സിമം നിങ്ങൾ ടെൻഷൻ വേണ്ട, മാക്സിമം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. 5 days ആയി. ബില്ല് വന്നപ്പോൾ നമുക്ക് 6.5, 6.5 ലക്ഷം രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടി. 2 lakhs ഫുൾ കവറായി ഇൻഷുറൻസ് നമുക്ക് കിട്ടി. അത് വലിയൊരു സംഭവമാണ്. നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്രയും എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു ചെറിയൊരു കാര്യമേ അല്ല, അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 2 ലക്ഷം നമ്മൾ ഒട്ടും കിട്ടില്ല എന്ന് എഴുതിയെടുത്ത് ഒന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ നമുക്ക് ഫുൾ 2 lakhs നമുക്ക് കവറായി കിട്ടി. അത് ഭയങ്കര ഒരു ഇതായിട്ടോ. അപ്പം ഇത്രയാണ് ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണുള്ളത്. ഞങ്ങൾക്ക് ഏട്ടൻ്റെ ഹെർണിയ സർജറി കഴിഞ്ഞ് സെയിം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സ്റ്റാർ ഹെൽത്ത് ആയിരുന്നു. 3 lakhs കവറേജ് ഉണ്ടായിട്ട് പോലും നമുക്ക് അത്രയും കവറായില്ല. ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ ഇത് മാക്സിമം അമ്മയ്ക്ക് കവറായി 2 lakhs കിട്ടി. ബാക്കി എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടി വന്നത്. ഹോസ്പിറ്റൽ സർവീസ് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്കയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അമ്മ ഫുൾ റിക്കവർ ആയി വന്നാലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. റിവ്യൂ ഇത് സക്സസ് ആണോ. ഒരുപാട് പേര് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്യരുതേ, അത് വെറുതെയാണ്, വേസ്റ്റ് ഓഫ് മണിയാണ്, ചെയ്യരുതേ എന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. പക്ഷെ അതിൽ കൂടുതൽ പേരും കഴിഞ്ഞ ദിവസം അരാഞ്ച എന്ന് പറഞ്ഞ ചീമയുടെ ഫ്രണ്ടും അങ്കിളും ആൻറ്റിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മയും അച്ഛനൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി ചെയ്തിട്ടുണ്ട്. അവരുടെ ഒറ്റ ഒരു വാക്കിൻ്റെ പേരിലാണ് ചെയ്യണം, ചെയ്തേ പറ്റൂ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ആൻറ്റി ചെയ്തിട്ടുണ്ട്, മസ്റ്റായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് അവസാനം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആൻറ്റിക്കൊക്കെ ചെയ്ത് സക്സസ് ആയി. അപ്പോൾ കറക്റ്റ് ഫിസിയോതെറാപ്പി അത് മെയിനാണ്. ആ സർജറി ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ തന്നെ അവരത് ചെയ്തു തുടങ്ങും. മുട്ട് മടക്കാനും നിവർക്കാനും എണീറ്റ് നിൽക്കാനും നടത്തിക്കാനും ഒക്കെ തുടങ്ങും. നമ്മളത് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം കഴിഞ്ഞ് ചെയ്താലും ഓക്കെ ആവുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അന്ന് മുതൽ ചെയ്ത ഫിസിയോതെറാപ്പി നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. എന്തായാലും അമ്മ കുറേശ്ശൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ കാര്യം ശരിയാവാത്തതെന്ന് പറയാൻ പറ്റില്ല. ശരിയാവുകയാണെങ്കിൽ അമ്മ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശരിയാവുകയാണെങ്കിൽ ഒരു മാസം, അമ്മ പറഞ്ഞ് 2 weeks കഴിഞ്ഞ് പറയാനാണ്. എന്തായാലും ഞാൻ 1 മാസത്തെ കാലാവധി ചോദിക്കുന്നു. നിങ്ങൾക്കറിയാലോ ഞാൻ സ്ഥിരം വീഡിയോ ഇടുന്നുണ്ട്, ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിനൊരു റിവ്യൂ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം അമ്മ എത്രത്തോളം സ്മാർട്ടായോ അത് ഇത് ചെയ്തത് നമ്മൾ ചെയ്തത് ഒരു മോശം തീരുമാനമായിരുന്നോ എന്നുള്ളത്. പക്ക ഞാൻ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ റിസൾട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുള്ളത്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഇത് വരും. ഈ ഒരു 6.5 lakhs 6 ലക്ഷത്തിൽ ഞങ്ങൾക്ക് ഒന്നിനൊരു കുറവ്. ഫുഡ് അതിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. ഫുഡിന് അല്ല അഡീഷണൽ എക്സ്ട്രാ നമുക്ക് 10-15 രൂപ അല്ലാതെ വന്നു. അവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡൊക്കെയാണ്. ഫുഡിന് നമുക്ക് എക്സ്ട്രാ വന്നു. അല്ല സോറി കേട്ടോ, ഫുഡിന് എക്സ്ട്രാ വന്നു. ഫുഡ് ഇൻക്ലൂഡ് അല്ല, ബാക്കിയുള്ള എമൗണ്ട് ആണ് പറഞ്ഞത്. റൂമും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ്. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് തന്നെ പറയത്തുള്ളൂ. കാരണം നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കാതെ ചെയ്യണം. പക്ഷെ അതിനുള്ള റിസൾട്ട്
പലരും പറയുന്ന പോലെ ഇത് വേസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഒരു മാസം കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് ചെയ്തിട്ട് അത് സക്സസ് ആയില്ല എങ്കിൽ അത് വേസ്റ്റ് തന്നെയാണ്. കാരണം അമ്മ ഫിസിയോ ഒക്കെ കറക്റ്റ് സെക്കൻഡ് ഡേ മുതൽ അമ്മ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അമ്മ നടക്കുന്നുണ്ട്. ഇപ്പം അമ്മ നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പെയിൻ്റെ കാര്യം ഇത് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. വേറെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗണേഷ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാം. വെൽഫോർട്ടിൽ അദ്ദേഹം ഉണ്ട്. പിന്നെ അല്ല എങ്കിൽ നിങ്ങൾക്ക് SP മെഡിഫോർട്ടിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. കിംസിലുണ്ട്. കിംസിൽ വേണമെങ്കിൽ അവിടെ വിളിച്ച് അന്വേഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു 50,000 രൂപ കുറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഒരു 25,000 രൂപ കുറഞ്ഞിരുന്ന ഇത്രയും വലിയൊരു എമൗണ്ടിൽ നിന്ന് അത്രയും കുറഞ്ഞിരുന്ന അത്രയും നമുക്ക് നല്ലതല്ലേ. അപ്പം അതുകൊണ്ടാണ് കിംസിൽ പോവാണ്ട് മെഡിഫോർട്ടിൽ പോയത്. പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ട്രിവാൻഡ്രം കഴിഞ്ഞ് എറണാകുളമൊക്കെ പല സ്ഥലങ്ങളിൽ അമൃതയിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ 2 സ്ഥലത്താണ് എനിക്കറിയാവുന്നത്. അല്ലാതെ വേറെ എവിടെയെങ്കിലും ചെയ്യുമെങ്കിൽ അവിടെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് വെച്ച് ഇരുന്ന് അതിനെ കൂടുതൽ വഷളാക്കാതെ അതിനെ എത്രയും പെട്ടെന്ന് സർജറി വരെ എത്തിക്കാതെ നമുക്ക് ആദ്യമേ ഒരു കുഞ്ഞ് പെയിൻ തോന്നുമ്പോഴേ നമ്മൾ അതിനൊക്കെ വേണ്ടുള്ള പരിഹാരം ചെയ്യുക. കാരണം അമ്മ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഞാനും ചീമയാന്ന് പറഞ്ഞു. ദൈവം ആർക്കും ഇതുപോലെ കീറി മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ എഴുന്നേറ്റൊക്കെ നടക്കാൻ പറയുന്നത് കുഞ്ഞു കാര്യമല്ല. അത് ആർക്കും വരുത്തരുതേ. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇതെന്നല്ല എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് ആദ്യമേ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ബഹളം തുടങ്ങി. അപ്പൊ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് കാണാം. ഓണം ദേ ഇങ്ങെത്തി. നമുക്ക് നാളെ, ഇന്നിപ്പോ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കായിരിക്കും. ഉത്രാട ദിന തിരക്കിലായിരിക്കും. ഉത്രാടമൊക്കെ അടിച്ച് പൊളിച്ച്, ഓണമൊക്കെ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക. എന്നാലും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.